ബാക്കിയുള്ളിടത്തോളം മഠങ്ങള് മറ്റേതല്ല അച്ഛൻ അങ്ങനെ നേതൃത്വം നൽകുന്നു. അതിലുപരിയായിട്ട് ഓരോരോ വാർഡുകളിലുള്ള കാര്യങ്ങൾക്ക് നമ്മുടെ സിസ്റ്റർ അപ്പസ്റ്റുലേറ്റ് ഒബ്രൈറ്റ്സിന്റെ മദർ സുപ്പീരിയറുമായ സിസ്റ്റർ ജെയിനിയെ നിങ്ങളുടെ ഏവരുടെയും നാമത്തിൽ ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പേര് നമ്മളെ ഈ യോഗത്തിൽ മോടി പിടിപ്പിക്കുവാനായിട്ട് വന്നിട്ടുള്ളതാണ്. സിസ്റ്റർ സ്റ്റെഫിയെയും ഹാർദവുമായി ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യും. നമ്മുടെ ഈ ഗ്രൂപ്പിന്റെ സെന്റ് പോൾ ഗ്രൂപ്പിന്റെ ആചരണയും ഞാൻ ഈ യോഗത്തിലേക്ക് ആത്മാർത്ഥമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പിന്നെയുള്ളത് നമ്മുടെ ബഹുമാനപ്പെട്ട കൈക്കാരന്മാരാണ്. ഒരു പള്ളിയുടെ നടത്തിപ്പിന് അച്ഛൻ്റെ ഇടവും വലവും താങ്ങായിട്ട് നിൽക്കുന്നത് കൈക്കാരന്മാരാണ്. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ കൈക്കാരന്മാർ പള്ളിക്ക് വേണ്ടി ചെയ്യുന്നു എന്നുള്ളതാണ്. നമ്മുടെ സഹകരണം ഉണ്ടെങ്കിലും അവരുടെ നേതൃത്വം നമ്മുടെ മാതൃകയാണ്. അതിലേക്ക് വർഷങ്ങളായി ഞാൻ അറിയുന്ന സോജൻ സാറിനെ ഈ യോഗത്തിലേക്ക് സവർഷം സ്വാഗതം ചെയ്തോളൂ. പിന്നെയുള്ളത് നമ്മുടെ ഈ സെന്റ് പോൾ കൂട്ടായ്മയിൽ നിന്നും തന്നെയുള്ള മറ്റൊരാള് കൈക്കാരനായിട്ടുള്ളത് നമ്മുടെ എല്ലാം പ്രിയങ്കരൻകാരനും അയലോക്കംകാരനും സുഹൃത്തും യുവ നേതാവ് എന്ന് പറയാം പള്ളിക്കാര്യത്തിലെ നമ്മുടെ കൊച്ചുമോൻ കോഴിമലയെ പറ്റാൻ ഇച്ചിരി താമസിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. എങ്കിലും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പിന്നെ പറയാനുള്ള കൊച്ചു കലാകാരന്മാരും മറ്റു സംഘടനാ കൂട്ടായ്മയിൽ മാതൃവേദി പിതൃവേദി എന്നീ സംഘടനകളിൽ പ്രവർത്തിക്കുന്നവരുമായിട്ടുള്ള ആളുകളാണ്. അവരുടെ റെപ്രസെൻറ്റേഷൻ നമുക്കുണ്ട്. ത്യാഗമനോഭാവമുള്ള മുതിർന്ന അംഗങ്ങൾ, നമ്മൾ സീനിയർ സിറ്റിസൺസിൻ്റെ ഉപരിൽ അതിൽ സീനിയർ സിറ്റിസൺസ് ആയിട്ടുള്ള പ്രാർത്ഥനയുടെ കാര്യത്തിൽ സീനിയർ സിറ്റിസൺസ് ആയിട്ടുള്ള പല ആൾക്കാരും ഇവിടെ ഇരിപ്പുണ്ട്. അവരെയും ഈ യോഗത്തിലേക്ക് സഹർഷം സ്വാഗതം ചെയ്തോളും. കൂടാതെ ഇങ്ങനെ ഒരു മീറ്റിംഗ് സംഘടിപ്പിക്കുവാനും അതിനുവേണ്ട എല്ലാ ഒത്താശകളും നൽകുന്നതിന് സ്വല്പം സാമ്പത്തികം ആവശ്യമുണ്ട്. ആരോടും ചോദിക്കാതെ കണ്ട് അകമഴിഞ്ഞ് സംഭാവന ചെയ്തിട്ടുള്ള ഇതിലെ അംഗങ്ങൾക്ക് പ്രത്യേകം സ്വാഗതവും നന്ദി ഒരുമിച്ച് പറയുകയാണ്. അവർ പിന്നെ ഇതിനെല്ലാം ഉപരിയായി ഒരു പ്രസിഡന്റിനെ കൊണ്ട് മാത്രം എല്ലാ കാര്യങ്ങളും നടത്താൻ സാധിക്കുകയില്ല. അതിന് വടങ്കയും ഇടങ്കയുമായി നിൽക്കുന്നത് ജോസ്മിൻ എന്ന നമ്മുടെ പ്രിയങ്കരിയായ സെക്രട്ടറിയാണ്. ആ സെക്രട്ടറിയെ ഈ യോഗത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. അത് ജോസ്മിന് സഹായം ചെയ്തിട്ടുള്ളത് അദ്ദേഹം പുള്ളിക്കാരത്തിയുടെ ഭർത്താവ് ആരോഗ്യദണ്ഡകാത്രനായി തിരിച്ചെത്തിയിട്ടുണ്ടെന്നുള്ളത് നമുക്ക് സന്തോഷപ്രദമാണ്. പുള്ളിക്കാരനെ ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ കുടുംബ വീട് വേദിയായി വിട്ടുനിന്ന നമ്മുടെ ജോർജ് കുട്ടിച്ചേട്ടൻ തെക്കേപ്പറ്റ് വളരെ സൗകര്യമായ രീതിയിൽ നല്ല സ്ഥായിയായ സ്ഥലത്താണ് ഈ വീട് ഇരിക്കുന്നത്. നമ്മുടെ ഒരു മീറ്റിങ്ങിന് പറ്റിയ അന്തരീക്ഷമാണ്. എല്ലാവർക്കും വീക്ഷണം നടത്താനുള്ള സൗകര്യമുള്ളൊരു വീടാണിത്. ഈ വേദി ഒരുക്കി തന്ന ജോർജ് കുട്ടിച്ചേട്ടനും അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി നമ്മുടെയൊക്കെ ഒരു അമ്മായിയെ പോലെ നമുക്കത് കരുതാവുന്ന നമ്മുടെ ബീന ചേച്ചിയെ ഈ യോഗത്തിലേക്ക് സഹർഷം ഞാൻ സ്വാഗതം ചെയ്തോളൂ. നല്ലവരായി ഈ യോഗത്തിന് കൊഴുപ്പ് കൂട്ടുവാനായിട്ട്, ഈ യോഗം വിജയിക്കുവാനായിട്ട് ഇവിടെ എത്തിയിട്ടുള്ള ഈ യോഗാംഗങ്ങൾ, സംഘാടകരുണ്ട്, പ്രസംഗകരുണ്ട്. എങ്കിലും നമ്മുടെ എല്ലാവരുടെയും സാന്നിധ്യവും സഹകരണവും ഇല്ലെങ്കിൽ ഈ കൂട്ടായ്മ ഒരിക്കലും മുന്നോട്ട് പോവുകയില്ല. പ്രാർത്ഥനാ നിർഭരമായ സ്നേഹവായ്പോടുകൂടി അവരെ ഏവരെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അവസാനമായി സ്വാഗതം ഞാൻ ഒന്നുകൂടെ പറയുകയാണ്. നമ്മുടെ അയൽവക്കങ്ങൾ ഈ കൂട്ടായ്മ വന്നില്ലെങ്കിലും നല്ല സഹകരണങ്ങളും എപ്പോഴും എന്താവശ്യത്തിനും സപ്പോർട്ട് ചെയ്യുന്ന വിവിധ ജാതി മതസ്ഥരായിട്ടുള്ള നമ്മുടെ നല്ലവരായ അയൽവക്കക്കാർ, അവരെയും പ്രത്യേകമായി ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകളെ ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. സെന്റ് പോൾ കുടുംബ കൂട്ടായ്മയുടെ 2024-2025 വർഷത്തെ വാർഷിക റിപ്പോർട്ട്.
ഗാർഹിക സഭകളാകുന്ന കുടുംബങ്ങളെ തിരുസഭയുമായി ബന്ധിപ്പിക്കുന്ന കണ്ണിയാണ് കുടുംബ കൂട്ടായ്മകൾ. കുടുംബ ബന്ധങ്ങളെ ഏകീകരിക്കുന്നതിലും കുടുംബത്തിലുള്ള ഓരോ വ്യക്തിയിലും സ്നേഹവും കരുതലും ആത്മീയ ഉണർവും വളർത്തിയെടുക്കാൻ ഈ കൂട്ടായ്മയ്ക്ക് സാധിക്കുന്നു. ഓരോ കൂട്ടായ്മകൾ വഴി കുടുംബങ്ങൾ തമ്മിലുള്ള പരസ്പര ഐക്യവും സഹകരണ മനോഭാവവും മറ്റു കുടുംബങ്ങളെ കൂടി കരുതാനും നാം എല്ലാവരും ദൈവമക്കളാണെന്നുള്ള അവബോധത്തിൽ വളരാനും ആയി നിലകൊള്ളുന്നു. ഓരോ കുടുംബ കൂട്ടായ്മയും അവരുടെ സ്വർഗീയ മധ്യസ്ഥനായ വിശുദ്ധൻ്റെ തിരുനാൾ വാർഷികമായി ആഘോഷിക്കുന്നു. നമ്മുടെ കൂട്ടായ്മയുടെ സ്വർഗീയ മധ്യസ്ഥനായ വിശുദ്ധ പൗലോസ് ശ്ലീഹായുടെ തിരുനാൾ ജൂൺ മാസം 28-ാം തീയതി ആണെങ്കിലും അസഹനീയമൂലം നാം ഇന്നിവിടെ ആഘോഷിക്കുകയാണ്. വിശുദ്ധൻ്റെ മധ്യസ്ഥനായി നമുക്ക് ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം. തെരഞ്ഞെടുപ്പ് 2023-2024 വർഷത്തെ വാർഷികം ശ്രീ ബേബി പ്ലാത്തോട്ടത്തിൻ്റെ ഭവനത്തിൽ വെച്ച് നടത്തപ്പെട്ടു. വികാരി ഫാദർ ജെയിംസ് തെക്കഞ്ചേരിക്കുന്നിൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന സമ്മേളനത്തിൽ കൂട്ടായ്മ ലീഡറായി അനൂപ് മടിക്കാങ്കൽ, ജോസ്മി ജെയിംസ് കടുവാതുക്കൽ സെക്രട്ടറിയായും ആനിമേറ്ററായി സിസ്റ്റർ ലിസിയാമ MISയും തിരഞ്ഞെടുക്കപ്പെട്ടു. കുടുംബ കൂട്ടായ്മ പ്രാർത്ഥന എല്ലാ മാസവും 3-ാമത്തെ ഞായറാഴ്ച വൈകുന്നേരം 5 മണിക്ക് മുൻകൂട്ടി നിശ്ചയിച്ച ഭവനത്തിൽ വെച്ച് കുടുംബ കൂട്ടായ്മ പ്രാർത്ഥന നടത്തി വരുന്നു. കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ പ്രാർത്ഥനയെ സംബന്ധിക്കുകയും പ്രാർത്ഥനയ്ക്ക് ശേഷം കൂട്ടായ്മയിൽ നടത്തേണ്ട പ്രവർത്തനങ്ങളെപ്പറ്റി കൂടിയാലോചനകൾ നടത്തുകയും അവരവരുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും നൽകുകയും പോരുന്നു. ഓരോ പ്രാർത്ഥനാ സമ്മേളന ദിവസങ്ങളിൽ രഹസ്യപിരിവ് എടുക്കുകയും അത് കൂട്ടായ്മയുടെ പൊതുവായ പ്രവർത്തന ആവശ്യമായ ഫണ്ടിലേക്ക് നീക്കിവെക്കുകയും ചെയ്യുന്നു. കാപ്പിയോടും ലഘുഭക്ഷണത്തോടും കൂടി പ്രാർത്ഥനകൾ സമാപിക്കുന്നു. ഹാജർ രേഖപ്പെടുത്തുന്ന സമ്പ്രദായം തുടർന്നു പോരുന്നു. ഹാജർ ഫുള്ളായിട്ടുള്ളവർക്ക് ഓരോ വാർഷികത്തിലും സമ്മാനം കൊടുക്കുവാനും തീരുമാനിച്ചിട്ടുണ്ട്. ഓരോ മാസത്തെയും റിപ്പോർട്ടും അതാത് കണക്കുകളും ഓരോ മാസം തന്നെ വായിച്ചു പോരുന്നു. ജപമാല മാസ ആചരണം ഒക്ടോബർ 1-ാം തീയതി മുതൽ നമ്മുടെ കൂട്ടായ്മയിലെ ഭവനങ്ങളിൽ വെഞ്ചരിച്ച മാതാവിൻ്റെ രൂപവുമായി ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു. സമാപന ദിവസത്തെ റാലിയിലും പള്ളിയിൽ നടന്ന വിശുദ്ധ കുർബാനയിലും സ്നേഹവിരുന്നിലും കൂട്ടായ്മ അംഗങ്ങൾ സംബന്ധിക്കുകയും മാതാവിൻ്റെ മധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുകയും ചെയ്തു. സ്നേഹവിരുന്നിലേക്ക് സംഭാവനകൾ നൽകി കൂട്ടായ്മ അംഗങ്ങൾ നന്ദി രേഖപ്പെടുത്തുന്നു. കരോൾ പ്രാർത്ഥന ശുശ്രൂഷ കുട്ടികൾക്ക് ഒരു നവ്യാനുഭവം, മുതിർന്നവർക്ക് തങ്ങളുടെ പഴയകാല ഓർമ്മകൾ പുതുക്കിക്കൊണ്ട് നമ്മുടെ കൂട്ടായ്മയിൽ 2024 ഡിസംബർ മാസം 22, 23 തീയതികളിൽ കരോൾ പ്രാർത്ഥന ശുശ്രൂഷ നടത്തപ്പെട്ടു. വെഞ്ചരിച്ച ഉണ്ണീശോയുടെ രൂപം വഹിച്ച് കരോൾ ഗാനത്തോടെ കൂട്ടായ്മയിലെ എല്ലാ ഭവനങ്ങളിലും അതുപോലെ തന്നെ നമ്മുടെ കൂട്ടായ്മയിലെ മറ്റ് മതസ്ഥരുള്ളവരുടെ വീടുകളിലും പ്രാർത്ഥനാ ശുശ്രൂഷകൾ നടത്തപ്പെട്ടു. കരോൾ പിരിവായി 10,000 രൂപ ലഭിക്കുകയും ചെലവായ തുക മാറ്റിയതിനു ശേഷം ബാക്കി വന്ന 7,500 രൂപ നമ്മുടെ കൂട്ടായ്മയിൽ ഒരംഗത്തിൻ്റെ ചികിത്സയ്ക്കായി മാറ്റിവെക്കാനും സാധിച്ചു. സമാപന ദിവസം സ്നേഹവിരുന്ന് നൽകുകയും കരിമരുന്ന് കലാപഠനം നടത്തുവാനും സാധിച്ചു. സംഭാവനകൾ നൽകിയും സ്നേഹവിരുന്നിലേക്കും കരിമരുന്ന് കലാപഠനത്തിലേക്കും സ്പോൺസർ ചെയ്ത എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. ഇടവക ദിനം ഉണ്ണീശോയുടെ തിരുനാളോടനുബന്ധിച്ച് ബന്ധപ്പെട്ട ഇടവക ദിനത്തിൽ നമ്മുടെ കൂട്ടായ്മയിലെ അംഗങ്ങൾ പരിപാടികൾ അവതരിപ്പിച്ചു. സഹകരിച്ച എല്ലാവർക്കും നന്ദി. കഴുന്ന പ്രദക്ഷിണം വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ തിരുനാളോടനുബന്ധിച്ച് കഴുന്ന പ്രദക്ഷിണം 25/1/2025 ഭക്ത്യാദരപുറം നടത്തപ്പെട്ടു. 24/1/2025 ഭവനങ്ങളിൽ കഴുന്ന വെഞ്ചരിച്ച് എത്തിക്കുകയും ഒരു ദിവസത്തെ പ്രാർത്ഥനയ്ക്ക് ശേഷം കഴുന്ന പ്രദക്ഷിണമായി മറ്റു കൂട്ടായ്മ അംഗങ്ങളോട് ചേർന്ന് പള്ളിയിൽ എത്തി തിരുക്കർമ്മങ്ങളിൽ സംബന്ധിക്കുകയും ചെയ്തു. ദുഃഖാചരണം നമ്മുടെ കൂട്ടായ്മയിലെ അംഗമായിരുന്ന ശ്രീ മൈക്കിൾ തോക്കനാട്ട് 11/11/2024 കൂട്ടായ്മ ലീഡറായ ശ്രീ അനൂപ് മടിക്കാങ്കലിൻ്റെ മാതാവ് ശ്രീമതി ഏലിയാമ്മ 25/1/2025 മുണ്ടാട്ട് ശ്രീമതി ബിന്ദുവിൻ്റെ പിതാവ് 21/6/2025 നിര്യാതരായി. പരേതരുടെ ഭവനങ്ങൾ കുടുംബ കൂട്ടായ്മ അംഗങ്ങൾ സന്ദർശിച്ച് പ്രാർത്ഥിക്കുകയും പ്രീതി സമർപ്പിക്കുകയും കൂട്ടായ്മയുടെ പേരുള്ള അനുശോചനം രേഖപ്പെടുത്തുകയും ചെയ്തു. വലിയ നോമ്പ് ആചരണം വലിയ നോമ്പിലെ വെള്ളിയാഴ്ചകളിൽ ഭവനങ്ങളിൽ നടത്തി വന്നിരുന്ന കുരിശിൻ്റെ വഴി പ്രാർത്ഥന മുൻകാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി കൂട്ടായ്മയുടെ അതിർത്തികൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് വഴിയിലൂടെ നടത്തി. കൂട്ടായ്മ അംഗങ്ങൾ എല്ലാവരും കുരിശുകൾ വഹിച്ച് ഭക്ത്യാപൂർവ്വം കുരിശിൻ്റെ വഴിയിൽ സംബന്ധിച്ചു. ദർശകൻ മാസിക രൂപത പ്രതിമാസ പത്രമായ ദർശകൻ നമ്മുടെ കൂട്ടായ്മയിലെ 16 ജന്മദിനം ആഘോഷിക്കുന്നവർ, വിവാഹവാർഷികം ആഘോഷിക്കുന്നവർ, ചരമവാർഷികം ഇവരെയെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കായിക മത്സരങ്ങൾ കൂട്ടായ്മയുടെ വാർഷികത്തോട് അനുബന്ധിച്ചുള്ള കായിക മത്സരങ്ങൾ 25/5/2025 ശ്രീ അനൂപ് മടിക്കാങ്കൽ ഭവനത്തിൽ വെച്ച് നടത്തപ്പെട്ടു.
പ്രായമനുസരിച്ച് 3 വിഭാഗങ്ങളിലായി നടത്തപ്പെട്ട മത്സരങ്ങളിൽ എല്ലാവരും സജീവ സാന്നിധ്യവും സഹകരണവും ഉണ്ടായിരുന്നു. മത്സരങ്ങളിൽ പങ്കെടുക്കുകയും വിജയിക്കുകയും നേതൃത്വം നൽകുകയും ചെയ്തവർക്ക് നന്ദിയും അനുമോദനങ്ങളും. സമ്മാനങ്ങൾ വാർഷിക ദിനത്തിൽ വിതരണം ചെയ്യുവാനായി തീരുമാനിച്ചു. നന്ദിയുടെ ഒരു വാക്ക്. ദൈവം നൽകിയ നിരവധിയായ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുന്നു. ഉണ്ണീശോയുടെ കൃപയും അനുഗ്രഹങ്ങൾക്കും നമ്മുടെ കൂട്ടായ്മയുടെ മധ്യസ്ഥനായ വിശുദ്ധ പൗലോസ്ലിഹായ്ക്കും 1000 നന്ദിയും കൃതജ്ഞതയും സമർപ്പിക്കുന്നു. കൂട്ടായ്മ പ്രവർത്തനങ്ങൾക്കും ഭാഗഭാഗങ്ങൾക്കും ഉണർവും വേണ്ട നിർദ്ദേശങ്ങൾ നൽകി പോരുന്ന ബഹുമാന്റെ വികാരിയച്ഛൻ ഫാദർ ജെയിംസ് തെക്കഞ്ചേരിക്കുന്നതിനും കൂട്ടായ്മ ജനറൽ ആനിമേറ്ററായിരുന്ന സിസ്റ്റർ സെലിനും പുതിയ ആനിമേറ്ററായ സിസ്റ്റർ ജെനിക്കും നന്ദി അർപ്പിക്കുന്നു. അതുപോലെ കൂട്ടായ്മ ജനറൽ ലീഡറായ ശ്രീ മാത്യു ആന്റണി മാമ്പഴിക്കുന്നതിനും നമ്മുടെ കൂട്ടായ്മ ആനിമേറ്റർ സിസ്റ്റർ ലിസിയാമയ്ക്കും നന്ദി അർപ്പിക്കുന്നു. നമ്മുടെ കൂട്ടായ്മ ലീഡർ ശ്രീ അനൂപ് മടിക്കാങ്കലിനും കൂട്ടായ്മ പ്രവർത്തനങ്ങളിൽ സജ്ജമായി പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ കുടുംബാംഗങ്ങൾക്കും നന്ദി അർപ്പിക്കുന്നു. അവർണ്ണീയമായ ദാനത്തിന് സർവശക്തനായ ദൈവത്തിന് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഈ റിപ്പോർട്ട് പൊതുജനസമക്ഷം സമർപ്പിക്കുന്നു എന്ന് സെക്രട്ടറി ജോസ് ഔപചാരികമായി തിരിതെളിച്ച് ഉദ്ഘാടനം ചെയ്യുന്നതിനായി ബഹുമാനപ്പെട്ട വികാരിയച്ഛനെയും മറ്റ് വിശിഷ്ട അംഗങ്ങളെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു.
ഗലീലിയായിലെ പട്ടണമായ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. യേശുവും ശിഷ്യന്മാരും യേശുവിൻ്റെ അമ്മയായ മറിയവും വിരുന്നിന് ക്ഷണിക്കപ്പെട്ട് അവിടെ വന്നിരുന്നു. യഹൂദ വിവാഹത്തിന് വീഞ്ഞ് ഒരവശ്യ ഘടകമായിരുന്നു. വീഞ്ഞില്ലാതെ വരുന്നത് വലിയൊരു പോരായ്മയാണ് അവർക്ക്. അതിഥികൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് വീഞ്ഞ് തീർന്നുപോയി. മറിയത്തിന് അവരോട് അനുകമ്പ തോന്നി യേശുവിനെ വിവരമറിയിച്ചു. തന്റെ മഹത്വം പ്രകടമാക്കുവാൻ ദൈവപിതാവ് നിശ്ചയിച്ച ഒരവസരമായിരുന്നു അതെന്ന് യേശുവിനറിയാമായിരുന്നു. അങ്ങനെ ആദ്യ അത്ഭുതത്തിന് വഴിയൊരുങ്ങി. കാനായിൽ കല്യാണത്തിനൊരുത്സവമേളം, സ്നേഹവിരുന്നാകെയൊരുങ്ങി സൗഹൃദമേളം. കാനായിൽ കല്യാണത്തിനൊരുത്സവമേളം, സ്നേഹവിരുന്നാകെയൊരുങ്ങി സൗഹൃദമേളം. ആഹ്ലാദം നിറയുന്നു, അഭിവാദനമുയരുന്നു, നവമംഗളമാല്യവുമായി അനുമോദനമേകുന്നു. മധുമയ ഗീതികൾ ഒഴുകി വരുന്നു, ആഘോഷപ്പൂത്തിരിയായി കാനായിൽ കല്യാണത്തിനൊരുത്സവമേളം, സ്നേഹവിരുന്നാകെയൊരുങ്ങി സൗഹൃദമേളം. കാനായിൽ കല്യാണത്തിനൊരുത്സവമേളം, സ്നേഹവിരുന്നാകെയൊരുങ്ങി സൗഹൃദമേളം. വിരുന്നിനിടയിൽ അവിടെ വീഞ്ഞോ തീർന്നു. സുതനുടെ അരികെ അമ്മ കാര്യമുണർത്തി. എനിക്കും നിനക്കുമെന്തെന്നാദ്യമേ ചൊന്നെന്നാലും മാതാവിൻ തരളിത വാക്കുകൾ ആദ്യാത്ഭുതത്തിനു വലിയ ദൈവനിയോഗത്തിൻ തുടക്കമായി. ദൈവനിയോഗത്തിൻ തുടക്കമായി. കാനായിൽ കല്യാണത്തിനൊരുത്സവമേളം, സ്നേഹവിരുന്നാകെയൊരുങ്ങി സൗഹൃദമേളം. കാനായിൽ കല്യാണത്തിനൊരുത്സവമേളം, സ്നേഹവിരുന്നാകെയൊരുങ്ങി സൗഹൃദമേളം. കൽഭരണികൾ തോറും വെള്ളം കോരി നിറച്ചു ഭൃത്യന്മാർ. ഇരുകരവും ഉയർത്തി യേശു പ്രാർത്ഥനയോടെ നിൽക്കുകയായി. ദൈവിക സമയം, സ്വർഗീയ സമയം, മഹത്വമറിഞ്ഞാദ്യ ദിവ്യാത്ഭുതം. കാനായിൽ കല്യാണത്തിനൊരുത്സവമേളം, സ്നേഹവിരുന്നാകെയൊരുങ്ങി സൗഹൃദമേളം. കാനായിൽ കല്യാണത്തിനൊരുത്സവമേളം, സ്നേഹവിരുന്നാകെയൊരുങ്ങി സൗഹൃദമേളം.
ജലമാകെ പുതുവീഞ്ഞായി വെള്ളം വീഞ്ഞായി മാറും വിധം അനുഗ്രഹം ചൊരിഞ്ഞവൻ തുടിച്ചു ജലമാകെ പുതുവീഞ്ഞായി വിരുന്നു വന്നവരാകെ സ്വാതേരയുണ്ടെന്നു മൊഴിഞ്ഞു ശിഷ്യഗണങ്ങളന്നേരം ഉള്ളിൽ ദൈവമഹത്വമറിഞ്ഞു വചനങ്ങൾ തിരുവടയാളം ദൃശ്യമായി കാനായിൽ കല്യാണത്തിനൊരുത്സവമേളം സ്നേഹവിരുന്നാകെയൊരുങ്ങി സൗഹൃദമേളം കാനായിൽ കല്യാണത്തിനൊരുത്സവമേളം സ്നേഹവിരുന്നാകെയൊരുങ്ങി സൗഹൃദമേളം ആഹ്ലാദം നിറയുന്നു അഭിവാദനമുയരുന്നു നവമംഗളമാല്യവുമായി അനുമോദനമേകുന്നു മധുമയ ഗീതികൾ ഒഴുകി വരുന്നു ആഘോഷപ്പൂത്തിരിയായി കാനായിൽ കല്യാണത്തിനൊരുത്സവമേളം. സത്യം പറഞ്ഞാൽ ആദ്യമായിട്ടാണ് ഞാൻ ഈ കൂട്ടായ്മയിലേക്ക് കടന്നു വരിക. പക്ഷെ ഒരുപാട് പേരുടെ മുഖങ്ങൾ പള്ളിയിൽ വെച്ചും മറ്റുമൊക്കെ കണ്ടിട്ടുമുണ്ട്. സെന്റ് പോൾസ് കൂട്ടായ്മ എന്നുള്ള ഈ പേര് കേട്ടപ്പോൾ ഒരുപാട് തീക്ഷ്ണമതികളായിരിക്കും നിങ്ങൾ എന്ന് ഞാൻ ഊഹിച്ചു. അത് ഇത്രയും നേരമുള്ള പ്രോഗ്രാമുകളിൽ ആദ്യ സ്വാഗതം മുതൽ ബാക്കി എല്ലാ പ്രോഗ്രാമുകളിലും മുതിർന്നവർ മുതൽ ചെറിയ കുഞ്ഞുങ്ങൾ വരെ എല്ലാവരും ഈ പൗലോസ്ലിഹായുടെ തീക്ഷ്ണത അതേപടി ഒപ്പിയെടുത്തിട്ടുണ്ട് എന്ന് വളരെ ബോധ്യമായിട്ടുണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും. നമുക്കറിയാം ഈ ഇടവകയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നവരും നിങ്ങളാണ്. മറ്റൊന്നും കൊണ്ടല്ല, പള്ളിയോട് ഏറ്റവും അടുത്തിരിക്കുന്നവർ. ഒരു പക്ഷേ പ്രഭാതത്തിൽ കുരിശുമണി അടിക്കുമ്പോൾ നിങ്ങളുടെ കാതുകളിൽ ആദ്യം മുഴങ്ങുക ഈ ദൈവത്തിലേക്കുള്ള, നമുക്കറിയാം മണിയടികൾ എപ്പോഴും ഈശോയിലേക്ക്, പള്ളിയിലേക്ക് നമ്മളെ അടുപ്പിക്കുന്നതിന് വേണ്ടിയുള്ളതാണ്. അങ്ങനെയെങ്കിൽ പ്രഭാതം മുതൽ വൈകുന്നേരം വരെ ഓരോ പള്ളിയിലെ പ്രോഗ്രാമുകളും വന്നില്ലെങ്കിൽ തന്നെ വീട്ടിലിരുന്നു കൊണ്ട് അറിയാനും അത് അനുഭവിക്കുവാനും ഏറ്റവും സാധ്യതയുള്ളവരും നിങ്ങളാണ്. ആദിമ സഭ മക്കളെ പറ്റി പറയുന്നത് ഇപ്രകാരമാണ്: ഞങ്ങൾ കണ്ടതും ഞങ്ങൾ കേട്ടതും സ്വന്തം കൈകൾ കൊണ്ട് സ്പർശിച്ചതും ഞങ്ങൾ അനുഭവിച്ചതുമായിട്ടുള്ള വചനത്തെ നിങ്ങളോട് ഞങ്ങൾ പ്രഘോഷിക്കുന്നു എന്നാണ്. അങ്ങനെയെങ്കിൽ ഈ കൂട്ടായ്മയിൽ, പ്രത്യേകിച്ച് ഈ ഇടവകയിൽ ഏറ്റവും ആധികാരികമായി കണ്ടതും കേട്ടതും സ്പർശിച്ചതും അനുഭവിച്ചതുമായിട്ടുള്ള കാര്യങ്ങൾ, പ്രത്യേകിച്ച് നിങ്ങളുടെ വിശ്വാസ പൈതൃകം പകർന്നു കൊടുക്കുവാൻ ഏറ്റവും യോഗ്യരും ഒപ്പം കടമയുള്ളവരുമാണ് സെന്റ് പോൾസ് കൂട്ടായ്മയിലെ ഓരോരുത്തരും എന്ന് പറയുന്നതിൽ സംശയമൊന്നും വേണ്ട എന്നാണ് എനിക്ക് തോന്നുക. അതോടൊപ്പം തന്നെ രാവിലെ പ്രഭാതത്തിൽ വിശുദ്ധ കുർബാനയ്ക്ക് ഏറ്റവും മുൻപിൽ നിൽക്കുന്നവരിൽ ഏറെ പേരും ഇവിടെ തന്നെ ഉണ്ട്. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലും ഈ മിശിഹായുടെ സൗരഭ്യം പൗലോസ്ലിഹായ്ക്ക് കൊടുക്കാൻ സാധിച്ചതുപോലെ, പൗലോസ്ലിഹ റോമിലെ തീർത്ഥാടന കേന്ദ്രത്തിൽ പൗലോസ്ലിഹ എവിടെ മരിച്ചോ അവിടെ ചെല്ലുമ്പോൾ നമ്മൾ കാണുന്നുണ്ട് 3 പള്ളികൾ അടുത്തടുത്ത്. അത് പൗലോസ്ലിഹയെ വധിക്കുവാനായിട്ട് തല വെട്ടിയ സമയത്ത് ഈ തല 3 പ്രാവശ്യം എടുത്തു ചാടി എന്നാണ് പറയുക. അങ്ങനെ 3 ഉറവിടങ്ങൾ, 3 ഫൗണ്ടെയിൻസ് അവിടെ രൂപപ്പെടുകയുണ്ടായി. അവിടെ മനസ്സിലാകുന്നത് എന്താണ്? വെട്ടിയിട്ടാൽ പോലും ആ ജീവൻ നഷ്ടപ്പെടുന്നില്ല, മിശിഹായ്ക്ക് വേണ്ടി തുടിക്കുകയാണ്. അങ്ങനെയെങ്കിൽ നിങ്ങളായിരിക്കണ്ടേ ഈ ഇടവകയിൽ മിശിഹായ്ക്ക് വേണ്ടി തുടിക്കേണ്ട, മിശിഹായ്ക്ക് വേണ്ടി സ്പന്ദിക്കേണ്ട ഏറ്റവും പ്രിയപ്പെട്ട മക്കൾ. അങ്ങനെയുള്ള ഒരു വലിയ അനുഭവം നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഈ തീക്ഷ്ണത ഒരിക്കലും ഒളിമങ്ങാതെ നമ്മുടെ കുഞ്ഞുമക്കളിലേക്കും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളിലേക്കും അത് പകർന്നു കൊടുക്കുവാനും ഈ കൂട്ടായ്മയുടെ ആ വലിയ ശക്തി നിങ്ങൾ എവിടെയൊക്കെ ആയിരിക്കുന്നോ അവിടെയൊക്കെ പ്രകടിപ്പിക്കുവാനും സ്വന്തം ജീവിതം കൊണ്ട് പകർന്നു കൊടുക്കുവാനുമുള്ള
വലിയ ശക്തിയും കൃപാവരങ്ങളും നിങ്ങൾക്ക് ലഭിക്കട്ടെ. അതിനുള്ള ശക്തി വിശുദ്ധ കുർബാനയിൽ നിന്നും തിരുവചനത്തിൽ നിന്നും പരിശുദ്ധ ജപമാലയിൽ നിന്നും നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ ദിവസവും സംജാതമാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ ഇവിടേക്ക് ക്ഷണിച്ചതിനും ഞങ്ങൾക്ക് നിങ്ങളുമായിട്ട് സംവദിക്കുവാനായിട്ട് അവസരം നൽകിയതിനും അപ്പസ്തോലിക് ഒബ്ലേറ്റ് സമർപ്പിത സമൂഹത്തിന്റെ പേരിലുള്ള നന്ദി നിങ്ങൾ ഓരോരുത്തർക്കും രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ചന്ദ്രോദയത്തിന്റെ കാന്തിയാണ് അവൾ, ചാരുത്ത താരുണ്യ രാഗമാണ്. ചെമ്പകപ്പൂമേനിയാണ് ചന്ദനത്തളിലളിതം. ചന്ദ്രോദയത്തിന്റെ കാന്തിയാണ് അവൾ, ചാരുത്ത താരുണ്യ രാഗമാണ്. ചെമ്പകപ്പൂമേനിയാണ് ചന്ദനത്തളിലളിതം. ചന്ദ്രോദയത്തിന്റെ കാന്തിയാണ്
దూరాన్ని నువ్వు నేను మోస్తూ ఉన్న అసలెంత అలుపేరాదు.
നൂറാടുള്ളോരിടെ നാടിനെ മേയ്ക്കാൻ പോയി തിരികെ വരും വഴിയും നിന്നെ കാണാതെയും നൂറാടുള്ളോരിടെ നാടിനെ മേയ്ക്കാൻ പോയി തിരികെ വരും വഴിയും നിന്നെ കാണാതെയും അവൻ കൂട്ടിൽ നോക്കി കണ്ടില്ല അവിടെല്ലാം നോക്കി കണ്ടില്ല അതെ സങ്കടമായി എങ്ങും കണ്ടില്ല അവൻ കൂട്ടിൽ നോക്കി കണ്ടില്ല അവിടെല്ലാം നോക്കി കണ്ടില്ല അതെ സങ്കടമായി എങ്ങും കണ്ടില്ല നൂറാടുള്ളോരിടെ നാടിനെ മേയ്ക്കാൻ പോയി തിരികെ വരും വഴിയും നിന്നെ കാണാതെയും നൂറാടുള്ളോരിടെ നാടിനെ മേയ്ക്കാൻ പോയി തിരികെ വരും വഴിയും നിന്നെ കാണാതെയും ഒറ്റയൊരിടമല്ലേ പോയുള്ളൂ സാരമില്ലെന്നേ കൂട്ടുകാർ ചൊല്ലിയിട്ടും ഇടയൻ ഉറക്കം വന്നില്ല ഒറ്റയൊരെണ്ണമല്ലേ പോയുള്ളൂ സാരമില്ലെന്നേ കൂട്ടുകാർ ചൊല്ലിയിട്ടും ഇടയൻ ഉറക്കം വന്നില്ല ഒന്നെങ്കിലും കുഞ്ഞാടെ നീ എന്റേതല്ലേ കുഞ്ഞാടെ തള്ളിക്കളയാൻ ആവുമോ കുഞ്ഞാടെ ഒന്നെങ്കിലും കുഞ്ഞാടെ നീ എന്റേതല്ലേ കുഞ്ഞാടെ തള്ളിക്കളയാൻ ആവുമോ കുഞ്ഞാടെ നൂറാടുള്ളോരിടെ നാടിനെ മേയ്ക്കാൻ പോയി തിരികെ വരും വഴിയും നിന്നെ കാണാതെയും നൂറാടുള്ളോരിടെ നാടിനെ മേയ്ക്കാൻ പോയി തിരികെ വരും വഴിയും നിന്നെ കാണാതെയും സ്തുതിയായിരിക്കട്ടെ. ബഹുമാനപ്പെട്ട അച്ഛൻ, സിസ്റ്റേഴ്സ്, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, കൂട്ടുകാരെ, ഗ്രഹത്തിന്റെ ഇട്ടറിയിൽ നിന്നും തിമോത്തിയോസിനോട് തന്റെ ലേഖനത്തിൽ ഞാൻ നന്നായി പൊരുതി, എന്റെ ഓട്ടം പൂർത്തിയാക്കി, വിശ്വാസം കാത്തു, എനിക്കായി നീതിയുടെ കിരീടം ഒരുക്കിയിരിക്കുന്നു എന്നെഴുതിയ ക്രൂശിന്റെ ധീര യോദ്ധാവ് അപ്പസ്തോലനായ പൗലോസ്. ക്രിസ്ത്യാനിത്വത്തിന്റെ പീഡകനായിരുന്ന പൗലോസ് അപ്പസ്തോലനായി മാറിയതെങ്ങനെ നമുക്ക് ചിന്തിക്കാം. കർത്താവായ യേശുക്രിസ്തു സാക്ഷികളായി ഭൂലോകം മുഴുവൻ സുവിശേഷം അറിയിക്കാൻ തെരഞ്ഞെടുക്കപ്പെട്ടവരാണ് ശിഷ്യന്മാർ. ഈശോയുടെ 12 സ്ലീഹന്മാരിൽ ഒരുവനോ ഈശോയുടെ ജീവിതകാലത്ത് അനുയായിയോ ആയിരുന്നില്ല പൗലോസ് ലീഹ. ജന്മം കൊണ്ട് തർസൂസ്കാരനായിരുന്ന പൗലോസ് ലീഹയുടെ ആദ്യകാല നാമം സാവൂൾ എന്നായിരുന്നു. ഒരു തികഞ്ഞ യഹൂദമത വിശ്വാസിയായിരുന്ന അദ്ദേഹം ക്രിസ്തുവിനെതിരും ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുന്നവനുമായിരുന്നു. അത്തരത്തിൽ ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുന്നതിനായി ഡമസ്കോസിലേക്കുള്ള തന്റെ യാത്രക്കിടയിൽ ഈശോയുടെ ദർശനം ലഭിക്കുന്നു. നീ പീഡിപ്പിക്കുന്ന ക്രിസ്തുവാകുന്നു ഞാൻ, നീ എന്നെ പീഡിപ്പിക്കുന്നത് എന്തിന് എന്ന ഈശോയുടെ ചോദ്യത്തിലൂടെ സാവൂളിന് മാനസാന്തരം ലഭിക്കുന്നു. പിന്നീട് അദ്ദേഹം ചെറിയവൻ എന്നർത്ഥം വരുന്ന പൗലോസ് എന്ന നാമം സ്വീകരിക്കുകയും ക്രിസ്തു ശിഷ്യനായി മാറുകയും ഭൂലോകം മുഴുവൻ സുവിശേഷം അറിയിക്കുകയും ചെയ്തു. വിജാതിയുടെ ഇടയിൽ സുവിശേഷം അറിയിക്കുക വഴി വിജാതികളുടെ അപ്പസ്തോലൻ എന്ന പേരിൽ അദ്ദേഹം അറിയപ്പെടുന്നു. ക്രിസ്തീയ വിശ്വാസത്തെക്കുറിച്ചും കുടുംബ ജീവിതത്തെക്കുറിച്ചും സാമൂഹിക ജീവിതത്തെക്കുറിച്ചുമുള്ള തീക്ഷ്ണമായ കാഴ്ചപ്പാടുകൾ അദ്ദേഹത്തിന്റെ ലേഖനങ്ങളിൽ നമുക്ക് കാണാം. ഈശോയ്ക്ക് വേണ്ടി ജീവിച്ചതിന്റെ പേരിൽ അദ്ദേഹം കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെടുകയും പീഡകൾ ഏൽക്കുകയും കഴുത്തറക്കപ്പെട്ട് രക്തസാക്ഷിയായി തീരുകയും ചെയ്തു. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ എഴുതിയതുപോലെ എനിക്ക് ജീവിതം ക്രിസ്തുവും മരണവും നേട്ടവുമാണെന്ന് അദ്ദേഹം തെളിയിച്ചു. നമ്മുടെ കൂട്ടായ്മ മധ്യസ്ഥനായ വിശുദ്ധ പൗലോസ് ലീഹായെ പോലെ നമുക്കും ക്രിസ്തു സാക്ഷികളായി മാറാൻ സാധിക്കട്ടെ. ജയ് ക്രൈസ്റ്റ്. കാത്ത് 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 ഞാനിരിപ്പാണേ, സ്വർഗം നോക്കി പോകുവാൻ ഞാനിരിപ്പാണേ.
കാത്ത് ഞാനിരിപ്പാണേ സ്വർഗം നോക്കി പോകുവാൻ ഞാനിരിപ്പാണേ കാത്ത് 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 ഞാനിരിപ്പാണേ സ്വർഗം നോക്കി പോകുവാൻ ഞാനിരിപ്പാണേ ഒരു നാളിൽ ഞാനിൻ മാലാഖയ്ക്കൊപ്പം സ്വർഗത്തിലേക്ക് പറന്നുയരും ഒരു നാളിൽ ഞാനിൻ മാലാഖയ്ക്കൊപ്പം സ്വർഗത്തിലേക്ക് പറന്നുയരും അതുവരെ ഇവിടെ താളമേളമോടെ അതുവരെ ഇവിടെ താളമേളമോടെ സ്വർഗീയ സംഗീതനത്തോത്സവം സ്വർഗീയ സംഗീതനത്തോത്സവം കാത്ത് 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 ഞാനിരിപ്പാണേ സ്വർഗം നോക്കി പോകുവാൻ ഞാനിരിപ്പാണേ കാത്ത് 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 ഞാനിരിപ്പാണേ സ്വർഗം നോക്കി പോകുവാൻ ഞാനിരിപ്പാണേ പാപത്തിലൂടെ വന്നിരുന്നില്ല ലോകത്തിലൂടെ വന്നിരുന്നില്ല പാപത്തിലൂടെ വന്നിരുന്നില്ല ലോകത്തിലൂടെ വന്നിരുന്നില്ല സ്വർഗം നോക്കിയോടുവാൻ നീരമേ സ്വർഗം നോക്കിയോടുവാൻ നീരമേ കാത്ത് 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 ഞാനിരിപ്പാണേ സ്വർഗം നോക്കി പോകുവാൻ ഞാനിരിപ്പാണേ കാത്ത് 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 ഞാനിരിപ്പാണേ സ്വർഗം നോക്കി പോകുവാൻ ഞാനിരിപ്പാണേ തനക്കട തനക്ക് തന തനക്കട തനക്ക് തന തനക്കട തനക്ക് തന തനക്കട തനക്ക് തന ദുംതാനേ 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 കട്ടെടുത്തോ കട്ടെടുത്തോ കെട്ടിടാമോ കണ്ടെടുത്തോ വീണ്ടെടുത്തോ വിചാരം നീ മനസമ്മതപൂർണ്ണം കൊതിപ്പോ തന്നിടുമ്പോ കൊണ്ടിടുമ്പോ ആദ്യം ഞാനും കാതിക്കൊള്ളാം കട്ടെടുത്തോ കട്ടെടുത്തോ എനിക്കിനാവും നീ കണ്ടെടുത്തോ വീണ്ടെടുത്തോ വിചാരം നീ മനസമ്മതപൂർണ്ണം കൊതിപ്പോ തന്നിടുമ്പോ കൊണ്ടിടുമ്പോൾ ആദ്യം ഞാനും കാതിക്കൊള്ളാം പൊന്തിവരും പൊൻകനവിൽ ചന്ദ്രികയിൽ നീന്തിവരും അന്നക്കിളി കൊഞ്ചലാണ് നീയും എന്റെ ഗീതകം പൊന്തിവരും പൊൻകനവിൽ ചന്ദ്രികയിൽ നീന്തിവരും അന്നക്കിളി കൊഞ്ചലാണ് നീയും എന്റെ ഗീതകം വന്നടുക്കും കൺപറന്നോളെ സമ്മതമോ കമ്മതമോ നിൻ കടകണ്ണിൽ
നമുക്കറിയാം, നമ്മുടെ ഓരോ കൂട്ടായ്മ വാർഷികങ്ങളും നമ്മുടെ വിശ്വാസത്തിന്റെ പ്രഘോഷങ്ങളായി മാറുകയാണ്. നമ്മുടെ വിശുദ്ധനെ സംബന്ധിച്ച് പറയുമ്പോൾ വിശ്വാസം, പഠനം, ശുശ്രൂഷ, ഈ 3 കാര്യങ്ങളിൽ സഭയിൽ ഏറ്റവും ശക്തമായ മാതൃകയാണ് പൗലോസ്ലീഹ നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. വിശ്വാസം ജീവിക്കേണ്ടതാണെന്നും വിശ്വാസം ജീവിച്ച് മറ്റുള്ളവർക്ക് മാതൃകയായി തീരേണ്ടതാണെന്നും പൗലോസ്ലീഹ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. തൻ്റെ ജീവിതം കൊണ്ട് മാതൃക കാണിച്ചു തന്നിട്ടുണ്ട്. ഇന്ന് നമ്മളിവിടെ അതാണ് നമ്മുടെ വിശ്വാസം പ്രഘോഷിച്ചുകൊണ്ട് മറ്റുള്ളവരെ നമ്മുടെ വിശ്വാസത്തിലേക്ക് ആകർഷിക്കപ്പെടുന്ന, മറ്റുള്ളവരുമായിട്ട് ഇഴുകിച്ചേർന്നുള്ള നമ്മുടെ ജീവിതത്തിൽ മാതൃകാപരമായ ജീവിതം കൊണ്ട് പൗലോസ്ലീഹയെ പോലെ ക്രിസ്തുവിന് വേണ്ടി ആത്മാക്കളെ നേടുന്ന ഓരോ വ്യക്തികളായി, ഓരോ കുടുംബങ്ങളായി നമ്മൾ മാറുകയാണ്. പഠനം എന്ന് പറയുമ്പോൾ യേശുവിനെ കുറിച്ച് പഠിക്കുകയും പ്രഘോഷിക്കുകയും ഇത്രമാത്രം പഠിപ്പിക്കുകയും ചെയ്ത വേറൊരു ശിഷ്യൻ നമ്മുടെ സഭയിലില്ല. യേശുവിനെ പഠിക്കുകയും പ്രഘോഷിക്കുകയും അതിനുവേണ്ടി ജീവിതം മാറ്റിവെക്കുകയും ചെയ്ത പൗലോസ്ലീഹ, വിശുദ്ധ പൗലോസ്ലീഹയെ പോലെ വിശ്വാസത്തിന് വേണ്ടി എന്തും ത്യജിക്കാൻ, ഇടവക ദേവാലയത്തിന് വേണ്ടി എന്ത് കഷ്ടപ്പാടുകളും എന്ത് ശുശ്രൂഷയും സേവനവും ചെയ്യാനുള്ള നിങ്ങളുടെ ഈ നല്ല മനസ്സിനും ഇന്നത്തെ നിങ്ങളുടെ ഈ നല്ല ഈ പ്രോഗ്രാമിനും ഇടവകയുടെ പേരിൽ എല്ലാവിധ മംഗളങ്ങളും അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ജയ് സെന്റ് പോൾ.
മോക്ഷമാകും വീട്ടിലെ പുഞ്ചിരിച്ച മുഖങ്ങൾ നിരന്നിതാ കാണുന്നു. മോശവാസികളെ പോൽ ചുറ്റും നിരന്നിരിക്കും ഞങ്ങളുടെ വീടഹോ ഭാഗ്യപൂർവ സ്വർഗം. ഭൂമിയിലെ വീടൊന്നും സ്വന്തമല്ല വേണ്ടവോ ഞങ്ങളുടെ നല്ലപ്പൻ സ്വർഗരാജനിശോയ. അപ്പന്മാരെ നിങ്ങളോ വളർത്തപ്പന്മാരത്രേ ഞങ്ങളുടെ നല്ലമ്മ കന്യാമേരിയാകുന്നു. അമ്മമാരെ നിങ്ങളോ വളർത്തമ്മമാരത്രേ നോക്കിടുവിൻ ഭംഗികൾ മോശമാകും വീട്ടിലെ പുഞ്ചിരിച്ച മുഖങ്ങൾ നിരന്നിതാ കാണുന്നു. പുണ്യമമ ഞങ്ങളുടെ അങ്ങളമാരായി വാഴുന്നു ദേവസുതർ പാടുന്നു ദൈവശോഭമിന്നുന്നു. പുണ്യവതിമാരെല്ലാം സോദരിമാരായി വാഴുന്നു ദേവസുതൻ പാടുന്നു ദേവശോഭമിന്നുന്നു. സ്വർഗത്തിന്റെ രമ്യത കണ്ണു കണ്ടിട്ടില്ലവോ ചെവി കേട്ടിട്ടില്ലവോ ചെന്ന് കണ്ടേ അറിയും. നോക്കിടുവിൻ ഭംഗികൾ മോശമാകും വീട്ടിലെ പുഞ്ചിരിച്ച മുഖങ്ങൾ നിരന്നിതാ കാണുന്നു. ആയിരം താരങ്ങൾ പൂത്തുനിന്നു പിന്നെയും പിന്നെയും കണ്ട നേരം പുഞ്ചിരി പൂത്തുനിന്നു. കാണാതെ വയ്യെന്ന തോന്നലായി കണ്ടിട്ടും കണ്ടിട്ടും പോരാതായി തൊട്ടപ്പോൾ ആത്മാവിൽ തേൻ നിറഞ്ഞു പൂമൊഴി നീ വിരിഞ്ഞു. ഉള്ളിലോട് ചുരുങ്ങുമെന്ന കള്ളത്തരങ്ങളെ തുള്ളികളാൽ കണ്ട നേരം കൊണ്ടലായി കൊണ്ടലിൽ മിന്നലായി. മിന്നൽ മാള കയ്യിലിട്ട പെണ്ണഴകേ എത്തിത്തോടാം എത്തുകില്ല മാറിവില്ലാണ് നീ. മിന്നൽ മാള കയ്യിലിട്ട പെണ്ണഴകേ എത്തിത്തോടാം എത്തുകില്ല മാറിവില്ലാണ് നീ. ഈറൻമടി കൊതിയൊരുങ്ങി വെണ്ണീല ചന്ദന തൊട്ടി അത്തിമരച്ചോട്ടിൽ വന്നാൽ താരകരാവ്. രാവിൽ നിന്റെ പൂമുഖം കണ്ട് പുളകം കൊണ്ട് നല്ലിളം കാറ്റ് കണ്ണാടി പുഴയിലെ പൂത്തിരകൾ രാവെല്ലാ തീരത്തെ ഓണങ്ങൾ നാടങ്ങൾ നദി മിന്നൽ മാള കയ്യിലിട്ട പെണ്ണഴകേ എത്തിത്തോടാം എത്തുകില്ല ഭാര്യമില്ലാണ് നീ. മിന്നൽ മാള കയ്യിലിട്ട പെണ്ണഴകേ എത്തിത്തോടാം എത്തുകില്ല ഭാര്യമില്ലാണ് നീ. കണ്ണോട് കണ്ടപ്പോ കണ്ടെത്തി ഞാൻ ആയിരം താരകൾ പൂത്തുവന്നു പിന്നെയും പിന്നെയും കണ്ട നേരം പുഞ്ചിരി പൂത്തുവന്നു. മിന്നൽ മാള കയ്യിലിട്ട പെണ്ണഴകേ എത്തിത്തോടാം എത്തുകില്ല മാറിവില്ലാണ് നീ. മിന്നൽ മാള കയ്യിലിട്ട പെണ്ണഴകേ എത്തിത്തോടാം എത്തുകില്ല മാറിവില്ലാണ് നീ.
അത് മുതൽ പിടിക്കുന്നുണ്ട്, ആദ്യം മുതൽ. ഇന്ന് ഞാൻ പിടിച്ച ഒന്ന് വിത്ത് ഗാലറി വന്നിട്ടില്ല, മൊത്തം പോയി. പെൻഡ്രൈവിലാക്കി തന്നെ, പെൻഡ്രൈവിലാക്കി തന്നെ. എന്റെ കിരവാണ്, എന്തിനും നീയാണ്. കൺമണി പൂവേ, കണ്ണാടി പൂവേ, കണിപ്പൂവേ, മുറ്റമിറാകെ പൂത്തി നിന്നാട്ടെ. പുഞ്ചിരി കാറ്റേ, പാറും പൂമ്പാറ്റേ, കരുന്നാട്ടെ. ചക്കരമാവിൽ ചാഞ്ഞിരുന്നാട്ടെ. കിളിപ്പൂമലരെ നീയറിയാൻ തുമ്പനാണ്. ഇനക്കുമ്പിളിയാൽ പെയ്തു തരും തേക്കുടമാണ്. അളിയോട് തൊടും സമ്മതമാണ്. ഇതിലെ വാ, ഇതിലെ വാ, കനവിലെ ചിറകുവാ, പകലിലെ വരികളിൽ നീലപ്പൂവണിയുവാ. കൺമണിപ്പൂവേ, കണ്ണാടിപ്പൂവേ, കണിപ്പൂവേ, മുറ്റമിറാകെ പൂത്തു നിന്നാട്ടെ. മുറ്റത്തൊരു കോണിൽ പച്ചപ്പറമ്പായി ഇഷ്ടക്കുറുമ്പോടി ചേർന്നിരിക്കാം. മുത്തുക്കളമാനേ, തെറ്റിപ്പിണങ്ങാനേ, മുത്തുമിരിയോടെ ഞാനിരിക്കാം. ഒരു ദിനം പോലെ ഇരുമനം ചേരും മണിക്കുഞ്ഞോളം മഴവില്ലായി മാറും. ഹിമചിന്മാനം നിനു കണ്ടേ നിൽക്കൂ. മണിക്കൂറും ചുമരുകൾ വിറക്കുന്നു ചിരിക്കും.
കൊടും സാധനമാണ്. ഇതിലെ വാ, ഇതിലെ വാ, കനവിനെ ചെറുകുമാ, പകലിനെ വഴികളിൽ തീരുമോ നനയുവാൻ. അങ്ങുമാനക്കോണില് മിന്നി നിന്നൊരമ്പിളി, അമ്പിളിക്കലയ്ക്കുള്ളില് ചോര കൺമുയൽ. ഇങ്ങു നീലത്തുരുത്തില് നീർപ്പരപ്പിൻ നിഴലിടും, അമ്പിളിക്കലയ്ക്കുള്ളില് ആമ കുഞ്ഞനോ, ആമ കുറുമ്പനെന്ന നെഞ്ചത്ത് വെറ്റില ചെല്ലവുമാ. താനെ വലിഞ്ഞു കയറി ദൂരത്തിൽ ഞങ്ങപ്പതുങ്ങിയല്ലോ. താരക്കോളത്തുള്ളൊരാൾ ചേലത്തും വെറ്റില ചെല്ലത്തില്. ഭൂമിയെ പാടെ മൂടും അത്രയും വെറ്റില ഇട്ടു വെക്കാം. കുഞ്ഞിളമ്പാവേ കഥ കേട്ട് മെല്ലെ മിഴി പൂട്ട് മാറി ചൂടിൽ ഉറങ്ങ് ഉറങ്ങ് പൊന്നേ, തളരാതെയോമൽ ചിരിയോടെ കൊഞ്ചി കളിയാടി വളര് വളര്. ഉറങ്ങ് 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 ഉറങ്ങ്. നടന്നു പോവുമ വീണ്ടു നീണ്ട പാതയിൽ കൈവിരൽ പിടിക്കുവാൻ കൂടയാരിനി. എതിരെന്ന മേതുമേ താനെയൊന്നുദിക്കുവാൻ ചാലു തീർത്തുമെത്തുമേ നീരൊഴുകുകൾ. കൊട്ടുതലോടിക്കൊണ്ട് കട്ടിലെ നമ്പർ മാറ്റിടുവാൻ. ആകാശനക്ഷത്രങ്ങൾ ദിക്കെല്ലാം തെറ്റതെ കട്ടിത്തരും. മുന്നിരുട്ടകറ്റാൻ നീ എന്നും തെളിഞ്ഞുണരും. നീ എന്ന വിത്തെടുത്ത മണ്ണൊരു പാടക്കി മാറ്റിത്തരും. കുഞ്ഞിളമ്പാവേ കഥ കേട്ട് മെല്ലെ മിഴി പൂട്ട് മാറി ചൂടിൽ ഉറങ്ങ് ഉറങ്ങ് പൊന്നേ, തളരാതെയോമൽ ചിരിയോടെ കൊഞ്ചി കളിയാടി വളര് വളര്. ഉയർന്നു വാ, ഉയർന്നു വാ, കടകളേ നീരുണച്ചു വാ. ഉയർന്നു വാ, ഉയർന്നു വാ, കടകളേ ജയിച്ചു വാ. ബഹുമാനപ്പെട്ട വികാരിച്ച സിസ്റ്റേഴ്സ്, കൈക്കാര്യന്മാർ, കൂട്ടായ്മ പ്രസിഡന്റ്, പ്രിയ മാതാപിതാക്കളെ, കുഞ്ഞുങ്ങളെ, നമ്മുടെ കൂട്ടായ്മയുടെ മധ്യസ്ഥനായ വിശുദ്ധ പൗലോസിന്റെ തിരുനാൾ ആഘോഷിക്കുന്ന ഈ ദിനത്തിൽ വിശുദ്ധന്റെ നാമധാരികൾക്കും മറ്റെല്ലാവർക്കും മറ്റാർക്കും തിരുനാൾ മംഗളങ്ങൾ ആശംസിക്കുന്നു.
നമുക്കറിയാവുന്ന പോലെ ബാല്യത്തിലും യൗവനത്തിലും പൗലോസ് സ്വന്തം കൈകൊണ്ട് എങ്ങനെ പണിയെടുക്കാമെന്ന് പഠിച്ചു. പൗലോസിന്റെ ജീവിതത്തിന്റെ ആദ്യ പകുതിയിൽ ഭൂരിഭാഗവും നവജാത ക്രിസ്ത്യ പ്രസ്ഥാനത്തെ പീഡിപ്പിക്കുന്നതിനാണ് ചെലവഴിച്ചത്. അപ്പോൾ തന്റെ യാത്രയിലായിരുന്ന ദമാസ്കസിൽ തന്റെ ജീവിതം മാറ്റിമറിച്ച ഒരു ദർശനം ഉണ്ടായപ്പോൾ ദൈവം തന്റെ പുത്രനെ അദ്ദേഹത്തിന് വെളിപ്പെടുത്തി. ദൈവം വാഗ്ദത്തമിശയായി യേശുവിനെ തിരഞ്ഞെടുത്തിട്ടുണ്ടെന്ന് പൗലോസിനെ ബോധ്യപ്പെടുത്തി. ഈ വെളിപ്പെടുത്തിനെ തുടർന്ന് അദ്ദേഹം സുവിശേഷ പ്രഘോഷണം നടത്തി. അതുപോലെ വിശുദ്ധന്റെ മാതൃക അനുസരിച്ച് ജീവിക്കാൻ നമുക്കും പരിശ്രമിക്കാം. പീഡനങ്ങളിലും ക്ലേശങ്ങളിലും മിശിഹായിൽ ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് മുന്നേറാൻ വേണ്ട കൃപയും സത്യം നമുക്കെല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. കൂടാതെ ഈ കൂട്ടായ്മയെ ഇത്രമാത്രം മോടിപിടിപ്പിക്കാൻ പ്രവർത്തിച്ച ഇതിൻ്റെ പ്രവർത്തകർക്ക് എല്ലാവർക്കും പ്രത്യേകിച്ചും ഈ കൂട്ടായ്മയ്ക്ക് വേണ്ടി നേതൃത്വം വഹിച്ചുകൊണ്ടിരിക്കുന്ന ഓരോരുത്തർക്കും പ്രത്യേകമായി ഈ കൂട്ടായ്മയുടെ നാമത്തിൽ പ്രത്യേകമായി ആശംസകൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്ത ത്രോ ബോൾ മത്സരമാണ്. ഫസ്റ്റ് ഡിയോൺ കുമ്പളപ്പള്ളി, സെക്കൻഡ് അലൻ പൂത്തോലിക്കുഴി, അടുത്തതായി ബോൾ ആൻഡ് ബോട്ടിൽസ് വനിതകൾ സലോമി തെക്കേക്കുറ്റ ഫസ്റ്റ്, സെക്കൻഡ് സിനി കിഴക്കേ, പുരുഷന്മാർ സെക്കൻഡ് സിനി കിഴക്കേ, അടുത്ത പുരുഷന്മാരുടെ ബോൾ ആൻഡ് ബോട്ടിൽസ് ആണ്. ജോർജ് കുട്ടി കാഞ്ഞമ്പല ഫസ്റ്റ്, ഫസ്റ്റ് ജോർജ് കുട്ടി കാഞ്ഞമല, സെക്കൻഡ് അനൂപ് മടിക്കാങ്കൽ, സോൻ സാറിനെ സമ്മാനത്തിനായിട്ട് വിളിക്കുന്നു. ബാലൻസിംഗ് വാട്ടർ ബോട്ടിൽ പുരുഷന്മാർ പാപ്പച്ചൻ കുമ്പളപ്പള്ളി ഫസ്റ്റ്, സെക്കൻഡ് ജോർജ് കുട്ടി കാഞ്ഞമല, ഫസ്റ്റ് പാപ്പച്ചൻ കുമ്പളപ്പള്ളി, എല്ലാരും ഒന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കണം. സെക്കൻഡ് ജോർജ് കുട്ടി കാഞ്ഞമ്പല. അതിന്റെ വനിതകളുടെ മത്സരം ബീന ജോർജ് തെക്കേക്കുറ്റ ഫസ്റ്റ്, സെക്കൻഡ് സാലി ജെയിംസ്, രണ്ട് ഫസ്റ്റാണ് സാലി ജെയിംസ് പള്ളിപ്പറമ്പിൽ, റിംഗ് ആൻഡ് ത്രോ അടുത്ത മത്സരം ഡിയോൺ കുമ്പളപ്പള്ളിയിൽ ഫസ്റ്റ്, സെക്കൻഡ് നിവിൻ അക്കുറ്റ, അടുത്തത് സാമ്പ്രാണി കൊണ്ട് പേപ്പറിൽ ഹോൾ ഇടുന്നതിന്റെ മത്സരത്തിന്റെയാണ്. ഫസ്റ്റ് ജിനു കുമ്പളപ്പള്ളി, സെക്കൻഡ് നിർമ്മൽ മാവേലിക്കുന്നിൽ, സാമ്പ്രാണി പേപ്പർ ഹോള് സമ്മാനമാണ് ഇപ്പം നൽകിയത്. ഇനി ചീട്ട് കൂട്ട് എന്നാണ് മത്സരത്തിന്റെയാണ്. അതിന്റെ ഫസ്റ്റ് നെവിയ അക്കൂറ്റ, സെക്കൻഡ് ജെസ്സി തെക്കേക്കുറ്റ, പിള്ളേരുടെ മത്സരത്തിന്റെയാണ്. ബോൾ പാസിംഗ് ഫസ്റ്റ് റിയാൻ മാവേലിക്കുമേൽ,
സെക്കൻഡ് ഡിയാൻ കുമ്പളപ്പള്ളി. സീനിയേഴ്സിന്റെ ആണ്. ഫസ്റ്റ് അനൂപ് മടിക്കാങ്കൽ. സെക്കൻഡ് ജെസ്സി തെക്കേക്കുറ്റി. ഇനി ഒരു സ്പെഷ്യൽ സമ്മാനമുണ്ട്. നമ്മുടെ കൂട്ടായ്മയ്ക്ക് എല്ലാ മാസത്തിലെ കൂട്ടായ്മ പ്രാർത്ഥനയ്ക്ക് മുടങ്ങാതെ പങ്കെടുത്ത ഒരേ ഒരാളേ ഉള്ളൂ. അത് സാലി പള്ളിപ്പറമ്പിൽ. ഞങ്ങൾ വളരെ താല്പര്യപൂർവ്വം ഈ കൂട്ടായ്മ വാർഷികം നടത്തിയ എന്ന് പറയുന്നൊരു സന്തോഷമാണുള്ളത്. ഞങ്ങൾ 2 മാസം മുമ്പ് തന്നെ ഇതിൻ്റെ ഒരുക്കങ്ങൾ നടത്തി എന്നുള്ളതാണ്. അതിനുവേണ്ടി നിങ്ങൾ തയ്യാറായി. അപ്പോഴും കാലാവസ്ഥ അനുകൂലമല്ലായിരുന്നു. അതുപോലെ തന്നെ ജിൻസിന് അസുഖമായിട്ട് ഇങ്ങനെ ആശുപത്രിയിലൊക്കെ ആയിരുന്നു. അതുകൊണ്ട് നമ്മളിത് മാറ്റി മാറ്റി വയ്ക്കുകയാണ് ചെയ്തത്. തീർച്ചയായിട്ടും ഇന്നേ ദിവസം ദൈവം നമുക്ക് നിശ്ചയിച്ച ദിവസമാണ്, മണിക്കൂറുകളാണ്. ഇത് ഏറ്റവും വിശുദ്ധീകരിക്കപ്പെട്ട നിമിഷങ്ങളായിട്ട് നമുക്ക് കാണാൻ സാധിക്കുകയും ചെയ്യും. വിശുദ്ധ പൗലോസ്ലിയായുടെ നാമധേയത്തിലുള്ള കൂട്ടായ്മയാണ്. ഇവിടെ പ്രസംഗിച്ചതെല്ലാം പറയുകയുണ്ടായി. പൗലോസ്ലിയായുടെ തീക്ഷ്ണതയും താല്പര്യവും ഒക്കെ ഈ കൂട്ടായ്മയിലുള്ള എല്ലാ മക്കൾക്കും ഉണ്ട് എന്ന് കാണുന്നതിൽ ഏറെ സന്തോഷമാണുള്ളത്. പൗലോസ്ലിയ പറയുന്ന എൻ്റെ പിന്നിലുള്ളവയെ വിസ്മരിച്ചിട്ട് മുന്നിലുള്ളവയെ ലക്ഷ്യമാക്കി അതിനെ മുന്നേറുകയാണ്, ഓടുകയാണെന്നുള്ള ആ ഒരു തീക്ഷ്ണതയാണ് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കാം. ഈശോ എന്നെ സ്വന്തമാക്കിയിരിക്കുന്നു, അതുകൊണ്ട് മറ്റുള്ളതെല്ലാം വിലമതിക്കുന്നില്ല. ഈശോയ്ക്ക് വേണ്ടി ജീവിക്കുക, ഈശോയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുക, പ്രഘോഷിക്കുക എന്നുള്ള വലിയ ദൗത്യമായിരുന്നു പൗലോസ്ലിയ തൻ്റെ ജീവിതത്തിൽ ഏറ്റെടുത്തിരുന്നത്. ആ ഒരു തീക്ഷ്ണതയും ചൈതന്യവും തോമാസ്ലിയയുടെ നാമധേയത്തിലുള്ള ഈ കൂട്ടായ്മയുള്ളവരെല്ലാം സ്വീകരിച്ചിട്ടുണ്ട് എന്ന് കാണുകയാണ്. സ്വർഗീയ മധ്യസ്ഥന് ഈ അനുഗ്രഹങ്ങൾ, സ്വർഗീയ മധ്യസ്ഥന് ഏതെല്ലാം കഴിവുകളോ സിദ്ധികളോ ഉള്ളതായിരുന്നെങ്കിൽ അതെല്ലാം അദ്ദേഹത്തിൻ്റെ നാമധേയം സ്വീകരിച്ചിട്ടുള്ള ഈ കുടുംബ കൂട്ടായ്മയിലുള്ളവർക്കെല്ലാം ഈ വിശുദ്ധ സ്വർഗത്തിൽ നിന്ന് പ്രദാനം ചെയ്യുന്നുണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ക്രൈസ്തവ സമൂഹത്തിൻ്റെ ചൈതന്യം നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. കാരണം ആദിമ ക്രൈസ്തവരെല്ലാം ഒത്തൊരുമിച്ച് ഏകോദര സഹോദരങ്ങളെ പോലെ കഴിഞ്ഞിരുന്നു. അവരുടെ ഇടയിൽ ഭിന്നിപ്പുകളൊന്നും ഉണ്ടായിരുന്നില്ല. അവർ മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കുന്ന സ്വഭാവത്തിൻ്റെ രീതി ഉണ്ടായിരുന്നത്. ഇവിടെ പങ്കുവയ്ക്കുന്ന സാമ്പത്തികമായ കാര്യങ്ങൾ മാത്രമായിരുന്നില്ല, അവരുടെ സമയവും സാന്നിധ്യവും സാമീപ്യവും പ്രാർത്ഥനയും പങ്കുവച്ചിരുന്നു. നമ്മൾ പങ്കുവയ്ക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം അത് തന്നെയാണ്. നമ്മുടെ സമയവും സാന്നിധ്യവും സാമീപ്യവും മറ്റുള്ളവർക്കൂടെ പങ്കുവയ്ക്കുക. ആവശ്യമുണ്ടെങ്കിൽ സാമ്പത്തികമായ സഹായങ്ങൾ പങ്കുവയ്ക്കുക. ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്യേണ്ടത്. ഇത്രയും പേര് ഇവിടെ വന്നിരിക്കുന്നു. നിങ്ങളുടെ സമയവും സാന്നിധ്യവും സാമീപ്യവും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവയ്ക്കുക. ഇത് വലിയൊരു പങ്കുവയ്ക്കലാണ്. നമ്മൾ ആദ്യമേ പങ്കുവയ്ക്കുക എന്ന് പറയുമ്പോൾ എപ്പോഴും സാമ്പത്തികമായ കാര്യങ്ങൾ മാത്രമാണ് വിചാരിക്കുക. അങ്ങനെയല്ല. ഇങ്ങനെയുള്ള സമയവും സാന്നിധ്യവും സാമീപ്യവും സഹകരണവും സ്നേഹവും പ്രാർത്ഥനയും ഒക്കെ പങ്കുവെച്ച് കഴിഞ്ഞ് ഇതിൽ നിന്ന് ഉരുത്തിരിയേണ്ട ഒരാവശ്യമാണ്. സാമ്പത്തികമായ ആവശ്യമുള്ളവർക്ക് സാമ്പത്തികമായി ചെയ്ത് നമുക്ക് അങ്ങനെ പറയാൻ പറ്റും. നമ്മുടെ ലിസിയമ്മ സിസ്റ്ററാണ് ഇതിൻ്റെ ആനിമേറ്ററായിട്ട് സേവനം ചെയ്യുന്നത്. ലിസിയമ്മ സിസ്റ്റർ നല്ല പ്രസംഗിക്കുന്ന കാര്യം ഇപ്പോഴാണ് അറിഞ്ഞത്. അപ്പോൾ ലിസിയമ്മ സിസ്റ്ററെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. സിസ്റ്റർ വളരെ ശാന്ത സ്വഭാവമുള്ള ഒരു വ്യക്തിയാണ്. വളരെ താല്പര്യപൂർവ്വം നിങ്ങളോട് ഭയങ്കര സ്നേഹമാണ് സിസ്റ്ററിന്. നിങ്ങളോട് എപ്പോഴും ആയിരിക്കാനും സഹകരിക്കാനും ഒക്കെ ഉള്ള സന്മനസ്സുണ്ട്. സിസ്റ്റർ നിങ്ങൾക്ക് വേണ്ടി ഇതിൽ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് സിസ്റ്ററിൻ്റെ സാന്നിധ്യം നമുക്ക് ശക്തി വരുന്നതാണ്. അതുകൊണ്ട് സിസ്റ്റർ തുടർന്നും ഭംഗിയായിട്ട് ഈ കൂട്ടായ്മ കൊണ്ടുപോകാൻ വേണ്ടി ഇടവരട്ടെ എന്ന് ആശംസിക്കുകയാണ്. പിന്നെ അനൂപിനെയും അതുപോലെ തന്നെ ജോസ്മിയെയും പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ്. നിങ്ങളോട് താല്പര്യപൂർവ്വം ഈ കുടുംബ കൂട്ടായ്മയെ കരുതുന്നു, സ്നേഹിക്കുന്നു. നിങ്ങളുടെ ഈ കുടുംബ കൂട്ടായ്മ നിങ്ങളുടെ കുടുംബം പോലെ തന്നെയാണ് നിങ്ങൾ ഈ കൂട്ടായ്മ കരുതുന്നത്. നിങ്ങളുടെ വീട് പോലെ തന്നെ. അങ്ങനെ ഒരു ചൈതന്യം ഇവരെ എല്ലാം ഒന്നിപ്പിക്കാൻ വേണ്ടി എപ്പോഴും നിങ്ങളത് പരിശ്രമിക്കും. ഇത് വളരെ വിദൂരങ്ങൾ അവിടെ ഇവിടെയൊക്കെയാണ് താമസിക്കുന്നത്. പക്ഷേ എല്ലാവരും ഒന്നിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ അങ്ങേയറ്റം പരിശ്രമിക്കുന്നുണ്ട്. സ്റ്റേജ് ഓപ്പണിങ് നല്ല രീതിയിൽ ഒരു ഡാൻസൊക്കെ നടത്തുകയുണ്ടായി. ജോർജ് കുട്ടി നല്ല വെൽക്കം സ്പീച്ച് വളരെ ഭംഗിയായിട്ട് ഒക്കെ നടത്തുകയുണ്ടായി. പിന്നെ റിപ്പോർട്ട് ജസ്മി വളരെ ഭംഗിയായ രീതിയിൽ ഒരു വർഷത്തെ റിപ്പോർട്ടെല്ലാം വളരെ ഭംഗിയായിട്ട് അവതരിപ്പിച്ചു. പിന്നെ നമ്മൾ സ്റ്റേജ് ഉദ്ഘാടനം കാര്യങ്ങളൊക്കെ നമ്മൾ നടത്തി. സിംഗിൾ സോങ് നടത്തി. ഗ്രൂപ്പ് ഡാൻസ്, ഗ്രീറ്റിങ്സ് വിഷസ് അതെന്താ നടന്നിരുന്നുണ്ടോ?
ഒരു പ്രോഗ്രാമാണ്. ആശംസ അല്ലേ? ആട്ടടേ അതിനിടയ്ക്ക് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആ പാട്ടിനിടയ്ക്ക് ആടിൻ്റെ ഒരു സ്വരമുണ്ട്, കേൾക്കുമ്പോൾ ഒരു രസമുണ്ട്. അത് പല കൂട്ടായ്മ നടത്താറുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണിത്. അതുപോലെ സത്യം പറഞ്ഞാൽ കാനായിലെ കല്യാണം വരെ നിന്നാണ് കണ്ടത്. ബൈബിളിനകത്ത് വായിക്കുകയും പ്രസംഗിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്നൊരു ദൃശ്യാവിഷ്കരണമായിരുന്നു. വാസ്തവത്തിൽ അത് നേരിട്ട് കണ്ട ഒരു അനുഭവമായി പോയി. നേരത്തെ ആ കലവറക്കാരൻ ജോർജ് കുട്ടിയൊക്കെ അത്ര തന്മയത്തോടെ അവതരിപ്പിച്ചു. മണവാളനും മണവാട്ടിയൊക്കെ വളരെ ഭംഗിയായിട്ട് കണക്കുണികളായിട്ട് ഇരുന്നു. അതുപോലെ തന്നെ കാനായിലെ ആൾക്കാരെല്ലാം വന്ന് വിരുന്നിന് സംബന്ധിക്കുന്നു. വീഞ്ഞ് തീർന്നു പോകുന്നു, വീഞ്ഞ് ഉണ്ടാകുന്നു, ഈശോ അത്ഭുതം പ്രവർത്തിക്കുന്നു. ഇതെല്ലാം യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ വാക്യങ്ങളുള്ളതാണ്. അത് വളരെ തന്മയത്തോടെ നിങ്ങൾ അവതരിപ്പിച്ചു. അത് നിങ്ങളെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ്. അതിൽ അഭിനയിച്ചവരെല്ലാം പ്രത്യേകമായിട്ട് ഞാൻ അഭിനന്ദിക്കുകയാണ്. അതുകാലം ബൈബിൾ ദൃശ്യാവതരണം രീതിയില്ല. ഇങ്ങനെയുള്ള പ്രോഗ്രാംസൊക്കെ നടത്തുമ്പോൾ ബൈബിളിനോട് കൂടുതൽ ആഭിമുഖ്യവും ആ വിശുദ്ധ ഭാഗം വായിക്കുമ്പോൾ നമുക്ക് അതിനുള്ള താല്പര്യവും അനുഭവമൊക്കെ ഉണ്ടാവും. ഈ കാനായിലെ കല്യാണ വിരുന്ന് നടന്ന ആ വീട് ഞാൻ വിശുദ്ധനാൾ സന്ദർശിക്കാൻ പോയപ്പോൾ കണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് ഈ അവതരിപ്പിച്ചപ്പോൾ എനിക്ക് പെട്ടെന്ന് ആ ഒരു ചിന്ത മനസ്സിലേക്ക് കടന്നു വരികയുണ്ടായി. അതിനകത്ത് ഒരു ചെറിയ വീടായിരുന്നു. അവിടെ എൻ്റെ തറയും കാര്യങ്ങളൊക്കെ ഉണ്ട്. വീട് കല്യാണം നടന്ന വീടിൻ്റെ ഇപ്പോഴും ഉണ്ട്. അവിടെ പോയി കഴിഞ്ഞാൽ കാനായിലെ കല്യാണ വിരുന്നിന് ഉപയോഗിച്ച വീഞ്ഞാന്ന് പറഞ്ഞുകൊണ്ട് വീഞ്ഞ് വിൽപ്പനയുണ്ട് അവിടെ. ആ വീഞ്ഞല്ല, അല്ലാതെ ചുമ്മാ പറഞ്ഞുകൊണ്ട് കാനായിലെ കല്യാണ കാനായിലെ വീഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് ഇരിക്കുന്നുണ്ട്. പിന്നെ എനി സിസ്റ്റർ നല്ലൊരു സന്ദേശം പറയുകയുണ്ടായി. സാധാരണ സിസ്റ്റർ ഒരു കഥ പറയുന്നത്, എന്താ കഥ പറഞ്ഞില്ല, ഞാൻ ഓർമ്മ വരുന്നത് കഥ കരുതിയില്ലേ, മണ്ടില്ല. സിസ്റ്റർ ഒരു കഥ പറച്ചിലുകാരിയാണ്. അത് ഇനി അടുത്ത പ്രാവശ്യം ഒരു കഥയൊക്കെ ആയിട്ട് വരണം. പിന്നെ ആക്ഷൻ സോങ്, കപ്പിൾ ഡാൻസ് എല്ലാ കൂട്ടായ്മയിൽ കാണുന്ന കപ്പിൾസ് തന്നെ ശരിക്കും ഭർത്താവും ഭാര്യയും കൂടെ തന്നെ ഡാൻസ് കളിക്കാറുണ്ട്. അത് രസമുണ്ട്. അങ്ങനെ ചില കൂട്ടായ്മയിൽ ഇവിടെ കൊച്ചു കുഞ്ഞുങ്ങൾ ആ രീതിയിൽ അവരെ ട്രെയിൻ ചെയ്തു, വേഷമൊക്കെ ഇടിയിപ്പിച്ച് നല്ല രീതിയിൽ നടത്തിയിട്ടുണ്ടായി. വില്ലടിച്ചാമ്പാട്ട് അതെനിക്ക് സന്തോഷം തോന്നുന്നു. കാരണം ഞാൻ അയച്ചു കൊടുത്ത ഒരു വില്ലടിച്ചാമ്പാട്ട് അത് ഞാൻ ഇവർക്ക് പറഞ്ഞ് നടത്തണമെന്ന് പറയും. ഞാനൊരു കൂട്ടായ്മയുടെ ഒരു ഇടവകയിൽ കണ്ടതാണത്. അത് വളരെ ഭംഗിയായിട്ട് തന്നെ നിങ്ങളിവിടെ അവതരിപ്പിച്ചു എന്നുള്ളത് പ്രത്യേകമായിട്ട് നല്ല കാര്യമാണ്. അതുകൊണ്ട് നിങ്ങളെ പ്രത്യേകമായിട്ട് ആ രീതിയിൽ അഭിനന്ദിക്കുന്നു. പിന്നെ സോയൻ സാറ് നല്ലൊരു ആശംസ നമുക്ക് വേണ്ടി നൽകുകയുണ്ടായി. പിന്നെ കുട്ടികൾ തന്നെ പ്രസംഗമൊക്കെ പറയുകയുണ്ടായി. പിന്നെ ഡാൻസ്, സംഗീത വിരുദ്ധ ഇവിടെയുള്ള ഈ കുട്ടികൾ ഭാവിയിൽ വേണമെങ്കിൽ ഗാനമേളയ്ക്കൊക്കെ പാടാൻ പറ്റുന്ന കുട്ടികളാണ്. അവരെയൊക്കെ ട്രെയിൻ ചെയ്യുകയാണെങ്കിൽ ആ ഗാനമേളയൊക്കെ നമുക്ക് പള്ളിയിൽ വേണമെങ്കിൽ ഭാവിയിൽ ഇവരെ കൊണ്ടൊക്കെ നടത്തിക്കാൻ പറ്റും. അതുപോലെയൊക്കെ ആയിരിക്കും. അതുപോലെ തന്നെ സമ്മാനങ്ങൾ നല്ല രീതിയിൽ കൊടുക്കുകയുണ്ടായി. പ്രത്യേകിച്ച് ഫുൾ A+ കിട്ടിയ കൊച്ചിന് ഞാനിയല്ലേ നല്ല സമ്മാനങ്ങൾ കൊടുക്കുകയുണ്ടായി. അതെല്ലാം നിങ്ങൾ കുഞ്ഞിനോടും നല്ല സമ്മാനം കിട്ടുക, നല്ല മാർക്ക് വായിക്കുന്നതോടുള്ള ഒരു പ്രോത്സാഹന നിലയിലാണ് കൊടുത്തത്. അപ്പോൾ ഇതെല്ലാം നിങ്ങളുടെ ഒരു വലിയ ബന്ധമാണ് അവിടെ കാണിക്കുക. അപ്പോൾ ഈ സമൂഹത്തിൽ വളരെ മാന്യമായ രീതിയിൽ അല്ലെങ്കിൽ നല്ല രീതിയിൽ സഹകരിച്ച് പോകുന്ന നിങ്ങൾക്ക് എല്ലാവിധ അനുഭവങ്ങളും ആശംസിക്കുകയാണ്. ഇത്രയും പേര് ഒരുമിച്ച് കൂടുതൽ വളരെയേറെ സന്തോഷം. എല്ലാ വീട്ടിലും തന്നെ ആളുകൾ വന്നിട്ടുണ്ട് അല്ലേ? അത് തന്നെ നല്ലൊരു സന്തോഷം. ഇങ്ങനെ ഒരു ഈ പ്രസൻസാണ് നമുക്ക് എപ്പോഴും ആവശ്യമായിട്ടുള്ളത്. അതുപോലെ നിങ്ങൾ കൂട്ടായ്മകളിൽ തുടർന്ന് നിങ്ങൾ കൂട്ടായ്മ